നമസ്കാരം. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി സഖാവ് ശ്രീ പിണറായി വിജയൻ അവർകളെ താങ്കളുടെ മണ്ഡലത്തിൽ, താങ്കളുടെ സ്വന്തം മണ്ഡലത്തിൽ ഒരു കോളേജിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് അഥവാ ഒരു ദുരൂഹ മരണത്തെക്കുറിച്ച് ഇപ്പോഴും താങ്കൾ നാവെടുത്ത് ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും താങ്കൾക്കെതിരെ ഉയരുന്ന കമൻറ്റുകൾ. താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ദളിത് യുവാവ് എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് ഇപ്പോഴും ദുരൂഹം തന്നെയാണ്. ആത്മഹത്യ തന്നെയാണ് എന്ന് ഒരു വശം പറയുന്നു, അല്ല അദ്ദേഹത്തെ പീഡിപ്പിച്ചു കൊന്നതാണ് എന്ന് പറയുന്നു. രണ്ടായാലും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് നശിച്ചു പോയിരിക്കുന്നത്, പൊലിഞ്ഞു പോയിരിക്കുന്നത്. ജാതീയമായ അധിക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിതിൻ രാജ് തൻ്റെ ജീവൻ ഒടുക്കിയത്, അഥവാ നിതിൻ രാജിന് തൻ്റെ ജീവൻ നഷ്ടമായത് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള ഭരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കീഴിൽ നടപ്പാക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമല്ല. സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വെറ്റിനറി കോളേജിലെ ഒരു യുവാവിൻ്റെ മരണത്തെക്കുറിച്ച് ഇനിയും ജനങ്ങൾക്ക് മറക്കാറായിട്ടില്ല. അന്ന് അത് ഏത് തരത്തിലാണ് താങ്കളുടെ സർക്കാരും താങ്കളുടെ പോലീസും കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ആ കൊലപാതകത്തെ, ആ മരണത്തെ സാധൂകരിച്ചത് എന്ന് ഇപ്പോഴും ദുരൂഹം തന്നെയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള പെടുമരണങ്ങൾ ഇപ്പോൾ ഒരു തുടർക്കഥയായി മാറുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ അധികാരത്തിൽ തിരിച്ചു വന്നാലും വന്നില്ലെങ്കിലും ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം കാണേണ്ടത് തന്നെയല്ലേ? താങ്കളുടെ മണ്ഡലത്തിൽ തന്നെയല്ലേ ഇത്തരം ഒരു ദുരൂഹമായ സംഭവം നടന്നിരിക്കുന്നത്? സാക്ഷര കേരളത്തിന് മാനക്കേടുണ്ടാക്കുന്ന ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത്. പാവപ്പെട്ട ഒരു പെയിൻറ്റിങ് തൊഴിലാളിയുടെ മകനാണ് ഇത്തരത്തിൽ ദാരുണമായൊരു അന്ത്യം ഉണ്ടായിരിക്കുന്നത്. റാം എന്ന് പറയുന്ന ഒരു ഹൈദരാബാദുകാരനായ HOD ജാതീയമായ അധിക്ഷേപത്തിലൂടെ നിതിൻ രാജിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയുമ്പോൾ, ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തിന് വേണ്ടി മനുഷ്യമതിൽ നിർമ്മിക്കുകയും സ്ത്രീകൾക്കും ദർശന സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി തന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ശബരിമലയിൽ സ്ത്രീകളെ കൊണ്ടുപോയി തൊഴുവിച്ചു, ഇവിടെ സമത്വം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ജാതീയമായ അധിക്ഷേപത്തിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ജീവൻ ഒടുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് താങ്കളുടെ സർക്കാരിൻ്റെ പിടിപ്പുകേട് തന്നെയാണ് മനസ്സിലാക്കാൻ. എല്ലാവർക്കും ദർശന സ്വാതന്ത്ര്യം, സമത്വം വേണം എന്ന് പറയുമ്പോൾ ജാതീയമായ അവഹേളനങ്ങൾ മാറ്റി ജാതീയമായ സമത്വങ്ങൾ എല്ലാവർക്കും ആവശ്യം തന്നെയല്ലേ? അഥവാ ജാതീയമായ വേർതിരിവുകളില്ലാതെ സ്വച്ഛസുന്ദരമായ ഒരു ജീവിതം നയിക്കുവാൻ, ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉറപ്പുവരുത്തുവാൻ താങ്കളുടെ സർക്കാർ പ്രതിജ്ഞാബദ്ധമല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ പോലീസ് നടപടികൾ കൈക്കൊള്ളാത്തത്? കോളേജ് തലത്തിൽ അവർക്കെതിരെ നടപടിയെടുത്തു, അവർ സസ്പെൻഷനിലാണ് എന്ന് പറയുന്നു. എന്നാൽ അവരെ കണ്ടെത്തി അവരുടെ മൊഴികൾ സ്വീകരിക്കുവാനോ മൊഴികൾ എടുക്കുവാനോ താങ്കളുടെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയല്ലേ? മറിച്ച് നിതിൻ രാജിൻ്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് KSU പ്രവർത്തകർ അവിടെ പ്രക്ഷോഭം നടത്തുമ്പോൾ അവരെ കസ്റ്റഡിയിലെടുക്കുവാൻ, പ്രതിഷേധിക്കുന്നവരെ കസ്റ്റഡിയിലെടുക്കുവാൻ താങ്കളുടെ പോലീസുകാർ വളരെ ജാഗ്രത കാണിക്കുന്നു. എന്നാൽ നിതിൻ രാജിൻ്റെ മരണത്തിന് കാരണക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന, നിതിൻ രാജിൻ്റെ മൊഴി പോലെ സ്വീകരിക്കാവുന്ന, അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയിൽ പറയുന്ന തരത്തിൽ ജാതീയമായ അധിക്ഷേപം തനിക്കെതിരെ ഉണ്ടായി, കറുത്തവനാണ് എന്ന രീതിയിൽ അധിക്ഷേപം തനിക്കെതിരെ ഉണ്ടായി, തൻ്റെ അമ്മയുടെ രോഗത്തെക്കുറിച്ച് പോലും പരാമർശിക്കുകയുണ്ടായി എന്നൊക്കെ നിതിൻ രാജ് തൻ്റെ ശബ്ദരേഖയിൽ വെളിവാക്കുമ്പോൾ അത് മരണമൊഴി ആക്കി എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിതിൻ രാജിൻ്റെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ അധ്യാപകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സസ്പെൻഷനിലായ അവരുടെ മൊഴി എടുക്കുന്നതിന് വേണ്ടി താങ്കളുടെ പോലീസുകാർക്ക് സാധിക്കാതെ പോയത്? താങ്കൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നയാൾ തന്നെയാണല്ലോ. പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്, ആശ്രയമാണ് ഇല്ലാതായിരിക്കുന്നത്. ഇതിന് താങ്കൾ എന്ത് മറുപടിയാണ് നൽകുക?
ഇപ്പോഴും താങ്കൾ പതിവ് രീതിയിൽ താങ്കൾ മൗനം തുടരുന്നു. നാട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും താങ്കൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുകയും അല്ലാത്ത വിഷയങ്ങളിൽ മൗനം ദീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് താങ്കളുടെ ഒരു പതിവ് ശൈലിയാണ്. ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടമായിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് പൊലിഞ്ഞിരിക്കുന്നത്. കേരളം ഭ്രാന്താലയമാണ് എന്ന് മുൻപ് കേരളം സന്ദർശിച്ച അവസരത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ജാതീയമായ വ്യവസ്ഥകൾ മാറുവാൻ വേണ്ടി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ സൂക്തങ്ങൾ പാടി നടക്കുന്നു. ഞങ്ങൾ സാക്ഷര കേരളമാണ്. സാക്ഷര കേരളത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ നവോത്ഥാന നായകന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മറ്റ് കങ്കാണികളുമെല്ലാം ഇപ്പോൾ എവിടെ പോയി? ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ഇല്ലാതായത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് ഇല്ലാതായത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇതുപോലുള്ള പെടുമരണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭരണം വിട്ടൊഴിയുവാനോ അല്ലെങ്കിൽ വീണ്ടും ഭരണത്തിൽ ഏറുവാനോ തയ്യാറെടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ എന്താണ് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത് താങ്കൾക്ക്? കേരളം താങ്കളുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു മരണം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയെങ്കിലും കൃത്യമായി ഇതിലൊരു അന്വേഷണം നടത്തുകയും കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അവർക്ക് നൽകുകയും ചെയ്താൽ മാത്രമേ കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രേക്ഷകരുടെയും മക്കളെ ധൈര്യപൂർവ്വം പഠിക്കുവാൻ വേണ്ടി വിടുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ സുശക്തമായ ഒരു ഭരണമുണ്ട് എന്ന് പറയുമ്പോൾ ഈ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട് എന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് തന്നെ പറയുമ്പോൾ ആ കപ്പിത്താൻ അങ്ങാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് അവർ തന്നെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് സുശക്തമായ ഭരണ സംവിധാനമുള്ള, സുശക്തമായ ഒരു കപ്പിത്താനുള്ള ഈ ഭരണ സംവിധാനത്തിൽ ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നത് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇന്നിപ്പോൾ മുൻപൊരിക്കൽ സിദ്ധാർത്ഥന് സംഭവിച്ചു, ഇന്നിപ്പോൾ നിതിൻ രാജായി, നാളെ മറ്റാരായിരിക്കും എന്നുള്ളതാണ് കുട്ടികളെ കോളേജിലേക്ക് പഠിപ്പിക്കാൻ വിടുന്ന മാതാപിതാക്കൾ നൊമ്പരത്തോടുകൂടി കാത്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഡിപ്പാർട്ട്മെൻറ്റിൽ HOD അറിയിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ അധ്യാപകരെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്കുകൾ നൽകാതെ അവരെ പീഡിപ്പിക്കുന്ന രീതി അവിടെ ഉണ്ട് എന്ന് മറ്റു വിദ്യാർത്ഥികൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് അഞ്ചരക്കണ്ടിയിൽ നിലകൊള്ളുന്ന ഈ ഡെന്റൽ കോളേജിൽ നടന്ന മരണത്തെക്കുറിച്ച് എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? ഇനിയും മൗനം വെടിഞ്ഞ്, മൗനത്തിൻ്റെ വത്മീകം വെടിഞ്ഞ് അങ്ങ് നാവ് എടുത്ത് എല്ലാവരോടും സംസാരിക്കണം. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അങ്ങ്, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് അങ്ങ്. ഈ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട ആളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, താങ്കൾക്ക് അല്പമെങ്കിലും ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുക, കൃത്യമായ ഒരു പ്രതികരണം നടത്തുക. ജനങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. ഇനിയും കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊലപാതകമോ പെടുമരണമോ ആത്മഹത്യയോ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി താങ്കൾ കൃത്യമായ നടപടി കൈക്കൊള്ളണം. താങ്കളുടെ ഭരണകാലാവധി അവസാനിക്കുകയാണെങ്കിൽ ആ കാലാവധിക്ക് മുൻപായിക്കൊണ്ട് നല്ലൊരു തീരുമാനം എടുത്ത മുഖ്യമന്ത്രി എന്ന രീതിയിൽ അങ്ങ് സന്തോഷവാനായി നീതിയുക്തമായ ഒരു തീരുമാനം നടപ്പാക്കി എന്നുള്ള നീതിബോധത്തോടു കൂടി അങ്ങ് പടിയിറങ്ങണം. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും അങ്ങ് തന്നെയാണ് ഭരണത്തിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായും നീതിയുക്തമായ മറ്റൊരു തീരുമാനം കൂടി ഞാൻ കൈക്കൊണ്ടിരിക്കുന്നു. നിതിൻ രാജിൻ്റെ മരണത്തിനെതിരായ നിലകൊണ്ട ആളുകൾക്കെതിരെ ഒരു നടപടി കൈക്കൊണ്ടു എന്നുള്ള ഒരു നീതിബോധത്തോടു കൂടി, ധാർമ്മിക ബോധത്തോടു കൂടി താങ്കൾ വീണ്ടും ഭരണത്തിലേക്ക് വരിക. രണ്ടാലൊന്ന് താങ്കൾ നടപ്പാക്കണം. വായി തുറന്ന് താങ്കൾ സംസാരിക്കണം. കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രേക്ഷകരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ധൈര്യത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ അയക്കുക? തീർച്ചയായും നമുക്കൊരു ഭരണ സംവിധാനമുണ്ടെങ്കിൽ ആ ഭരണ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കും എന്ന് തന്നെ നാം പ്രത്യാശിക്കുന്നു. ഇനിയും ഒരിക്കൽ പോലും കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഒരു കുട്ടിക്ക് പോലും ഇത്തരത്തിലൊരു ദാരുണാന്ത്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുക.